ഹലോ എവ്രി വൺ, ദിസ് ഇസ് ഗായത്രി ശങ്കർ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ എൻ്റെ ചാനലിൽ UGC നെറ്റ് പേപ്പർ വണ്ണിനുള്ള ഡീറ്റെയിൽ സിലബസ് ബേസ്ഡ് വീഡിയോസ് ഇട്ട് തുടങ്ങുകയാണ്. ഇത് ഞാൻ അനൗൺസ് ചെയ്തിട്ട് കുറച്ച് നാളായി, ബട്ട് ഇപ്പോഴാണ് എനിക്ക് അതിനുള്ള സാഹചര്യം കിട്ടിയത്. സോ നമുക്കറിയാം, നമ്മളിപ്പോൾ ജൂൺ 2025 UGC നെറ്റ് സൈക്കിൾ കഴിഞ്ഞിട്ടിരിക്കുന്ന സമയമാണ്. അതിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട് ചലഞ്ചിന് വേണ്ടിയിട്ട്. വി ആർ ഓൾസോ ഇൻ എ ഫേസ് വെയർ നമ്മളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇരിക്കുകയാണ്, ഇഫ് വെദർ ദി സിലബസ് വിൽ ചേഞ്ച് ഓർ നോട്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് ഒരുപാട് പോർഷൻസ് കവർ ചെയ്യാനുള്ളതുകൊണ്ട് നമുക്ക് ഈ ഡിസംബർ സൈക്കിളിന് മുമ്പേ പോർഷൻസ് തീർക്കണം എന്നുള്ളതുകൊണ്ട് ഐ എം സ്റ്റാർട്ടിങ് ദ സീരീസ് നൗ ഇറ്റ് സെൽഫ്. ഇനിയിപ്പോൾ നമ്മുടെ സിലബസ് ചേഞ്ച് ചെയ്താലും വൺ തിങ് യു ഹാവ് ടു ബി ഷുവർ ഓഫ് ഇസ് ദാറ്റ് നമ്മുടെ ഈ സിലബസ് ഇപ്പോഴുള്ള കറണ്ട് സിലബസിനെ എൻറ്റയർ ആയിട്ട് അവർ ഡിസ്കാർഡ് ചെയ്യില്ല. അതിനകത്ത് ഇറിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒമിറ്റ് ചെയ്തിട്ട് പുതിയ റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുകയാണ് അവർ ചെയ്യാറ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചില ടോപ്പിക്സ് എന്തായാലും ഉണ്ടാവുന്ന ഷുവർ ആയിട്ടുള്ള ചില ടോപ്പിക്സ് ആണ് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. ഇഫ് യു വോണ്ട് ടു ബിക്കം എൻ അസിസ്റ്റന്റ് പ്രൊഫസർ, ഹയർ എഡ്യൂക്കേഷൻ എന്താണെന്ന് വളരെ കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോഴുള്ള കറണ്ട് സിലബസിൽ നിങ്ങളുടെ 10th യൂണിറ്റ് ആണ് ഈ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. മിനിമം ഒരു 2 to 3 ക്വസ്റ്റ്യൻസ് ഹയർ എഡ്യൂക്കേഷനിൽ നിന്ന് എപ്പോഴും ചോദിച്ചു കാണാറുണ്ട്. അപ്പം ലെറ്റ്സ് ഡിസ്കസ് ദാറ്റ് ടുഡേ. ഇന്ന് ഹയർ എഡ്യൂക്കേഷനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഇൻ ഏൻഷ്യൻ്റ് ഇന്ത്യ ആണ്. ഈ ഒരു പെർട്ടിക്കുലർ യൂണിറ്റ് ഒരു ഹിസ്റ്ററി യൂണിറ്റ് പോലെയാണ്, വളരെ ക്രൊണോളജിക്കലി ആണ് കാര്യങ്ങൾ പോകുന്നത്. ഒരുപാട് ഫാക്ട്സ് ഉണ്ട്, സച്ച് ദാറ്റ് നമ്മൾ ഏൻഷ്യൻറ്റ് പീരിയഡിലുള്ള ഹയർ എഡ്യൂക്കേഷനിൽ നിന്ന് തുടങ്ങി പ്രീ ഇൻഡിപെൻഡൻസ്, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ആൻഡ് കറണ്ട് സിനാരിയോ മുഴുവൻ കവർ ചെയ്യുന്നത് പോലെയാണ് ഈ പെർട്ടിക്കുലർ ചാപ്റ്റർ പോകുന്നത്. സോ വിത്തൗട്ട് ഫർദർ ഡിലേ ലെറ്റ്സ് ഗോ ഇൻ ടു ദിസ് വീഡിയോ. So to begin with, നമുക്ക് പറയാം, India is actually the birthplace of some of the earliest and most sophisticated systems of higher learning in the world. ഹയർ എഡ്യൂക്കേഷനെ സംബന്ധിച്ച് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള സിസ്റ്റംസ് ആദ്യം ഉണ്ടായത് ഇന്ത്യയിലാണെന്ന് നമുക്ക് പറയാം. ഈ ഒരു പെർട്ടിക്കുലർ കോട്ട് പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ S രാധാകൃഷ്ണനാണ്, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷന്റെ ചെയർമാൻ ആയിരുന്നു. ഇങ്ങനെയുള്ള കോഡ്സ് ചോദിച്ചിട്ട് പറഞ്ഞിട്ട് ഇത് ആരാണ് ചോദിച്ചതെന്നുള്ളത് നെറ്റിൽ സ്ഥിരമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഇതുപോലുള്ള മേജർ ആയിട്ടുള്ള കോഡ്സ് എല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വെച്ചേക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏൻഷ്യൻറ്റ് എറയിൽ ഉണ്ടായിരുന്ന ചില എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഹയർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയിട്ടാണ്. അതിൽ ആദ്യം വരുന്നത് തക്ഷശിലയാണ്. ഞാൻ ഈ തന്നിരിക്കുന്ന നോട്ട് ഇസ് ഇൻ ദി ഓർഡർ ഓഫ് ക്രൊണോളജി. അപ്പം ഈ ക്രൊണോളജി പഠിച്ചു പോയാൽ ഇതിൻ്റെ ഓർഡർ തന്നെയാണ് ഇതിൻ്റെ ടൈം ലൈനും എന്ന് മനസ്സിൽ ഓർത്ത് വെക്കുക. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് മഗപ്പ് ചെയ്യേണ്ടതുള്ളത് കൊണ്ട് വളരെ ഫാക്ച്വലായിട്ട് നമുക്ക് എക്സാമിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചു പോവുക. കാരണം ഇതിനകത്ത് ഒരുപാട് ഫാക്ട്സ് ഉണ്ട്. എല്ലാം കൂടി റോഡ് മെമ്മറൈസേഷൻ ചെയ്യുക ബുദ്ധിമുട്ടായതുകൊണ്ട് വളരെ റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസിനെ നമുക്ക് എലിമിനേഷൻ മെത്തേഡ് വെച്ച് സോൾവ് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. സോ തക്ഷശില എന്ന് പറയുന്നതാണ് വേൾഡ്സ് ഏർലിയസ്റ്റ് നോൺ യൂണിവേഴ്സിറ്റി സിസ്റ്റം. ഏറ്റവും ആദ്യം ഉണ്ടായ യൂണിവേഴ്സിറ്റി സിസ്റ്റമാണ് തക്ഷശില. അതൊരു നോൺ റെസിഡൻഷ്യൽ യൂണിവേഴ്സിറ്റി ആണ്. അപ്പം നിങ്ങൾക്ക് ഇത് ഒരു ക്വസ്റ്റ്യൻ ഇവിടുന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പം നോൺ റെസിഡൻറ്റ് ഏർലിയസ്റ്റ് യൂണിവേഴ്സിറ്റി ഇതാണെങ്കിൽ ഫസ്റ്റ് റെസിഡൻഷ്യൽ യൂണിവേഴ്സിറ്റി ഏതാണ് എന്നുള്ള ക്വസ്റ്റ്യൻ നമുക്ക് അങ്ങോട്ട് പോകുന്ന സ്ലൈഡ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് നെറ്റിന് ഫ്രെയിം ചെയ്യുന്നത്. നമുക്ക് ഓരോ ലൈനും ഇമ്പോർട്ടൻ്റ് ആണ്, ഓരോ ഫാക്റ്റും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അതിനെ എങ്ങനെ അനലൈസ് ചെയ്ത് പുതിയ ഇൻഫർമേഷൻ കണ്ടുപിടിച്ച് എഴുതി വെക്കുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യാനോ JRF ക്വാളിഫൈ ചെയ്യാനോ ആവശ്യമായിട്ടുള്ള ഒരു വലിയ ആട്രിബ്യൂട്ട് എന്ന് പറയും. സോ തക്ഷശിലയിൽ 2 രീതിയിലുള്ള എഡ്യൂക്കേഷൻ ആണ് നടന്നിരുന്നത്, ബോത്ത് ബുദ്ധിസ്റ്റ് ആസ് വെൽ ആസ് ബ്രാഹ്മണിക്. ബ്രാഹ്മണിക് ആയിട്ടുള്ള എഡ്യൂക്കേഷനും അവിടെ നടന്നിരുന്നു, ബുദ്ധിസ്റ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷനും നടന്നിരുന്നു. ഇറ്റ് വാസ് എ മൾട്ടി റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. 2 റിലീജിയൻസ് മിക്സ് ചെയ്ത് നോളജ് കൊടുത്തുകൊണ്ടിരുന്ന ഒരു സെന്റർ ആയിരുന്നു തക്ഷശില എന്ന് പറയുന്നത്. കറന്റ്ലി തക്ഷശില പാകിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ മേജറായിട്ട് പഠിപ്പിച്ചിരുന്ന ഡിസിപ്ലിൻസ് ഏതൊക്കെയാണ്? വേദാസ് പഠിപ്പിച്ചിരുന്നു, ആയുർവേദ പഠിപ്പിച്ചിരുന്നു, സർജറി, മിലിറ്ററി സയൻസ്, പൊളിറ്റിക്സ്, ഇതെല്ലാം തക്ഷശിലയിൽ പഠിച്ചിരുന്നു. ഇനി ഫേമസ് അലൂമിനി ഓഫ് തക്ഷശിലയിലെ മേജറായിട്ടുള്ള പഠിച്ചിറങ്ങിയ ആൾക്കാരുടെ പേര് കൃത്യമായി ഓർത്തു വയ്ക്കണം. 2-3 പ്രാവശ്യം ചോദ്യം ചോദിച്ച് കണ്ടിട്ടുണ്ട്. മോസ്റ്റ് ഫേമസ് പേഴ്സൺ എന്ന് പറയുന്നത് ചാണക്യയാണ്, അല്ലെങ്കിൽ കൗഡില്യ, ഹൂസ് ദി ഓതർ ഓഫ് അർത്ഥശാസ്ത്ര.
നെക്സ്റ്റ് വൺ ഇസ് പാണിനി. പാണിനി ഒരു ഗ്രമേറിയൻ ആയിരുന്നു, ഒരു സാൻസ്ക്രിറ്റ് ഗ്രമേറിയൻ ആയിരുന്നു. അടുത്തത് ചരക. ചരക ഈസ് വെരി മച്ച് നോൺ ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻസ് ഇൻ മെഡിസിൻ. ദെൻ ദർ ഇസ് ജീവക, ഹു ഇസ് ഓൾസോ എ ഫിസിഷ്യൻ അറ്റ് ദി ഓഫ് ബുദ്ധാസ് ടൈം. ബുദ്ധന്റെ സമയത്തുണ്ടായിരുന്ന ഒരു ഫിസിഷ്യൻ ആണ് ജീവക. ഹി വാസ് ഓൾസോ അൻ അലുമിനി ഓഫ് തക്ഷശില. ഈ തക്ഷശില ഏൻഷ്യൻ പീരീഡ്സിൽ ഉത്തരപാത എന്ന് പറയുന്ന ഒരു ട്രേഡ് റൂട്ടിന്റെ ഒരു ലൊക്കേഷനിലായിരുന്നു ലൊക്കേറ്റ് ചെയ്തിരുന്നത്. വിച്ച് മീൻസ് ഒരുപാട് ആൾക്കാർ വരികയും പോവുകയും ചെയ്തിരുന്ന ഒരു വളരെ ട്രാഫിക് ഉള്ളൊരു ഏരിയയിലാണ് തക്ഷശില സിറ്റുവേറ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് വേൾഡ് വൈഡ് ലേണേഴ്സ് വരാനുള്ള സാധ്യത അവിടെ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് നമ്മൾ അടുത്ത പഠിക്കുന്നത് നളന്ദയാണ്. നളന്ദ 5th to 12th സെഞ്ചുറിനകത്താണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ശരിക്കും ഫസ്റ്റ് റെസിഡൻഷ്യൽ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി ആണ് നളന്ദ. അപ്പൊ നേരത്തെ നമ്മൾ പഠിച്ചത് തക്ഷശില ഇസ് ദ ഫസ്റ്റ് എവർ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി, ബട്ട് അത് നോൺ റെസിഡൻഷ്യൽ ആയിരുന്നു. അപ്പൊ ഫസ്റ്റ് റെസിഡൻഷ്യൽ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് നളന്ദ. ആക്ച്വലി നമുക്ക് നളന്ദയുടെ റൂയിൻസ് എല്ലാം ഡിസ്കവർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സൈറ്റിനെ നമ്മുടെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ദാറ്റ് വാസ് ഇൻ 2016. 2016 അതിനെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് വാസ് പേട്രണൈസ്ഡ് ബൈ ഗുപ്ത റൂളേഴ്സ്, എസ്പെഷ്യലി കർമ്മഗുപ്ത വൺ. കർമ്മഗുപ്ത വൺ എന്ന് പറയുന്ന റൂളറാണ് ഈ നളന്ദ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഫണ്ടിങ് കൊടുക്കുകയും അതിനെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തത്. അവിടെ ബേസിക് ആയിട്ട് പഠിപ്പിച്ചിരുന്ന കാര്യങ്ങൾ ബുദ്ധിസ്റ്റ് സ്ക്രിപ്റ്റേഴ്സ് ആണ്. അതുപോലെ ഗ്രാമർ, ലോജിക്കിന് ഏറ്റവും അറിയപ്പെട്ടിരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് നളന്ദ. മെഡിസിൻ, ആസ്ട്രോണമി, ആർട്സ് ഇതെല്ലാം നളന്ദ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചിരുന്നു. ഓൾമോസ്റ്റ് 10,000 സ്റ്റുഡൻസ് ആൻഡ് 2,000 ടീച്ചേഴ്സ് ആണ് നളന്ദ യൂണിവേഴ്സിറ്റിനകത്ത് ഉണ്ടായിരുന്നത്. ഇനി നളന്ദ യൂണിവേഴ്സിറ്റിയുടെ നോട്ടബിൾ അലൂമിനി അല്ലെങ്കിൽ വിസിറ്റേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. ശരിക്കും നളന്ദ യൂണിവേഴ്സിറ്റി ഏറ്റവും അറിയപ്പെടുന്നത് സരിപുത്ത എന്ന് പറഞ്ഞ ലോർഡ് ബുദ്ധയുടെ ഒരു ഫേവറേറ്റ് സ്റ്റുഡൻറ് വാസ് ബോൺ ഇൻ നളന്ദ എന്നാണ് പറയുന്നത്. അതുപോലെ ഹർഷവർദ്ധന, ഹു ഇസ് എ പേട്രൺ ഓഫ് ബുദ്ധിസം, വാസ് ഓൾസോ എ സ്റ്റുഡൻറ് ഓഫ് നളന്ദ. നളന്ദയുടെ ഏറ്റവും വലിയൊരു വിസിറ്റർ എന്ന് പറയുന്നത് ഹ്യൂവൻ സാങ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഹ്യൂവൻ സാങ് 7th സെഞ്ചുറിയിലാണ് നളന്ദ യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്നത്. അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സിൽ നളന്ദ യൂണിവേഴ്സിറ്റിയെ പറ്റിയിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. സോ ഹി വാസ് എ ചൈനീസ് പിൽഗ്രിം സ്കോളർ. ഈ യാത്ര ചെയ്ത് സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്ത് ഡോക്യുമെന്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പെർട്ടിക്കുലർ സ്കോളർ ആയിരുന്നു ഹ്യൂവൻ സാങ്. അപ്പോൾ ഹ്യൂവൻ സാങ് നളന്ദയിൽ വന്നിട്ടുണ്ട്. ഹ്യൂവൻ സാങ്ങിന്റെ റൈറ്റിംഗ്സിൽ നിന്നാണ് നമുക്ക് നളന്ദ യൂണിവേഴ്സിറ്റിയുടെ വർക്കിംഗ് എങ്ങനെയായിരുന്നു, അവിടെ എങ്ങനെ ഇരുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ കുറച്ചുകൂടി ഒരു ഐഡിയ നമുക്ക് കിട്ടുന്നത്. ബട്ട് ഇൻ 1996 ആക്ച്വലി നളന്ദ യൂണിവേഴ്സിറ്റി കെയിം ടു എൻ എൻഡ് ബിക്കോസ് ഇറ്റ് വാസ് ഡിസ്ട്രോയിഡ് ബൈ ബക്തിയാർ ഖിൽജി. അതിന്റെ റൂയിൻസ് മാത്രമേ ഇപ്പം നമ്മുടെ നമുക്ക് ഒരു റെഫറൻസ് ആയിട്ടുള്ളൂ. അതുപോലെ ഇറ്റ് വാസ് എ സെന്റർ ഓഫ് മഹായാന. എന്താണ് മഹായാന എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. നെക്സ്റ്റ് സ്ലൈഡിൽ ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ നമുക്ക് ഇത്രയും വായിച്ചതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ നളന്ദ വാസ് ആക്ച്വലി ഒരു ബുദ്ധിസ്റ്റ് സെന്റർ ഓഫ് ലേണിംഗ്. നമ്മൾ തക്ഷശില പഠിച്ചു, ഇറ്റ് വാസ് ബോത്ത് ബുദ്ധിസ്റ്റ് ആൻഡ് ബ്രാഹ്മണിക്, ബട്ട് നളന്ദ വാസ് പ്യുവർലി ഒരു ബുദ്ധിസ്റ്റ് സെന്റർ ഓഫ് ലേണിംഗ്. ആക്ച്വലി നളന്ദ യൂണിവേഴ്സിറ്റി ഹാഡ് വൺ ഓഫ് ദ ബിഗസ്റ്റ് ലൈബ്രറീസ്. ഒരു 9-storied ലൈബ്രറി, 9 നിലകളുള്ള ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു. ആ ലൈബ്രറിക്കകത്ത് 3 ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ആ ലൈബ്രറിയുടെ തന്നെ 3 ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് കോൾഡ് ആസ് രത്നസാഗര. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നളന്ദ യൂണിവേഴ്സിറ്റിയെ പറ്റിയിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി നമ്മൾ നേരത്തെ സംസാരിച്ച മഹായാന എന്താണ്, അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ ബുദ്ധിസത്തിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് 3 തരത്തിലാണ് നിർവ്വാണ അറ്റൈൻ ചെയ്യാൻ പറ്റുന്നത്. നിർവ്വാണ എന്ന് പറയുന്നത് ഞാൻ പല ക്ലാസ്സിലും ഇതിനു മുമ്പുള്ള സെറ്റിന്റെ വീഡിയോസിലായാലും അതുപോലെ മാരത്തോൺ വീഡിയോസിലായാലും ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്താണ് നിർവ്വാണ എന്നുള്ളത്. അതായത് ബുദ്ധിസ്റ്റ് ഫിലോസഫിയെ സംബന്ധിച്ച് ഒരു പേഴ്സൺ അവസാനം എൻലൈറ്റ്മെന്റിൽ എത്തിച്ചേരണം എന്നുള്ള ഒരു ഫിലോസഫിയാണ് ബുദ്ധിസ്റ്റ് ഫിലോസഫി. അപ്പം ആ എൻലൈറ്റ്മെന്റിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി എന്തൊക്കെ പാത്ത് നമുക്ക് സ്വീകരിക്കാം, അതിനെയാണ് യാനാസ് എന്ന് പറയുന്നത്. ദ വെഹിക്കിൾ യു ആർ ചൂസിങ് ടു ട്രാവൽ ടുവേർഡ്സ് ദി എൻലൈറ്റ്മെന്റ് ദാറ്റ് യു വാണ്ട്, അതിനെയാണ് യാന എന്ന് പറയുന്നത്. അത് 3 രീതിയിലാണ്, 3 യാനാസ് ആയിട്ടാണ് ബുദ്ധിസ്റ്റ് പറഞ്ഞിരിക്കുന്നത്: ഹിമായാന, മഹായാന ആൻഡ് വജ്രയാന. സോ ഹിമായാന എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോൾഡ് ആസ് സ്മോളർ വെഹിക്കിൾ, ചെറിയ വെഹിക്കിൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് ആക്ച്വലി പേഴ്സണൽ സാൽവേഷൻ. പ്രത്യേകിച്ചൊന്നുമില്ല, ഒരാള് അയാളുടെ തന്നെ എഫർട്ടിലൂടെ നിർവ്വാണം അച്ചീവ് ചെയ്യുന്നു through teachings of Buddha, by worshipping Buddha, then he is called as he is being said to observe
ഹിമായാന ഒബ്സർവ് ചെയ്യുന്നതായിട്ട് പറയാൻ പറ്റും. അങ്ങനെ ഒരു പേഴ്സണെ നമ്മൾ വിളിക്കുന്നത് അർഹത്ത് എന്നാണ്. അർഹത്ത് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹു റീച്ചസ് നിർവാണ ത്രൂ സെൽഫ് എഫേർട്ട്. അയാളുടെ തന്നെ എഫേർട്ടും കോൺസെൻട്രേഷനും ഡിസിപ്ലിനും ഗൗതമ ബുദ്ധയോടുള്ള വർക്ക്ഷിപ്പും കാരണം എന്ത് ചെയ്യുന്നു, റീച്ചസ് നിർവാണ. ദെൻ ദാറ്റ് ഇസ് കോൾഡ് എസ് ഹിമായാന. അപ്പോൾ ഒരു നോർമൽ പേഴ്സൺ യൂഷ്വലി യൂസസ് ഹിമായാന ടു അച്ചീവ് നിർവാണ എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് വൺ ഇസ് മഹായാന. മഹായാന ഇസ് ആക്ച്വലി കോൾഡ് ദ ഗ്രേറ്റർ വെഹിക്കിൾ എന്നാണ് പറയുന്നത്. ഇവിടെ ശരിക്കും മഹായാന പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെ വിളിക്കുന്ന പേരാണ് ബോധിസത്വ. നമുക്ക് ഹിമായാന പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെ അർഹത്ത് എന്ന് വിളിക്കുക. ഒരു ലേമാൻ ആണ്, അതായത് ഒരു സാധാരണ മനുഷ്യനാണ്, ഹു ഇസ് ഗോയിങ് ഇൻ ടു നിർവാണ ബൈ ഹിസ് ഓൺ സെൽഫ് എഫേർട്ട്. അതേസമയം മഹായാന എന്ന് പറയുന്നത് ഇസ് എ ഗ്രേറ്റർ വെഹിക്കിൾ. അത് പ്രാക്ടീസ് ചെയ്യുന്ന ആളെ നമ്മൾ ബോധിസത്വ എന്നാണ് വിളിക്കുന്നത്. വൺ ഹു ഡിലേസ് ദെയർ ഓൺ നിർവാണ ടു ഹെൽപ്പ് അതേഴ്സ്. അതായത് നമ്മൾ കാണുന്ന ബുദ്ധിസ്റ്റ് മോങ്സ് ഒക്കെയാണ്, അവരെന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ സ്വന്തം നിർവാണം അച്ചീവ് ചെയ്യുന്നതിന് മുമ്പ് അവർക്ക് ചുറ്റുമുള്ളവരെ നിർവാണം അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഹെൽപ്പിംഗ് കാരണം ഫൈനലി ദ നിർവാണ ദേ അച്ചീവ് ഇസ് ഗോയിങ് ടു ബി മോർ ഗ്ലോറിഫൈഡ് എന്നുള്ളതാണ് മഹായാനയുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ ദ ഐഡിയൽ പേഴ്സൺ ഇസ് കോൾഡ് ആസ് ബോധിസത്വ, ദ വൺ ഹു ഡിലേസ് ദെയർ ഓൺ നിർവാണ ടു ഹെൽപ്പ് അതേഴ്സ്. അവിടെ നമ്മൾ ഗൗതമ ബുദ്ധനെ മാത്രമല്ല വർഷിപ്പ് ചെയ്യുന്നത്. ദർ ആർ ഡിഫറെന്റ് ഫോംസ് ഓഫ് ബുദ്ധാസ് ആൻഡ് ബോധിസത്വാസ്. ഇതിനു മുമ്പുണ്ടായ ബോധിസത്വാസ് അവരുടെ സ്ക്രിപ്റ്റേഴ്സ് വായിക്കുക, അവരെങ്ങനെയാണ് നിർവാണ അറ്റൈൻ ചെയ്തതെന്ന് മനസ്സിലാക്കുക, ബുദ്ധന്റെ പല ഫോംസിനെ എന്ത് ചെയ്യുക, വർഷിപ്പ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ മഹായാനയിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഇസ് വജ്രയാന ഇസ് കോൾഡ് ആസ് ദ ഡയമണ്ട് വെഹിക്കിൾ. അപ്പം ഈ മൂന്നെണ്ണത്തിൽ ഏറ്റവും പവർഫുൾ വജ്രയാനയാണ്. വജ്രയാന എന്ന് പറയുന്നത് ഇസ് ആക്ച്വലി എ ബ്രാഞ്ച് ഓഫ് മഹായാന. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനകത്ത് വജ്രയാന എന്ന് തന്നിട്ടില്ല, മഹായാന എന്നാണ് തന്നിട്ടുണ്ടെങ്കിൽ യു പ്ലീസ് ചൂസ് മഹായാന, ബിക്കോസ് വജ്രയാന ഒരു ബ്രാഞ്ച് ഓഫ് മഹായാനയാണെന്ന് പറയാം. ഇറ്റ് ഈസ് നോട്ട് ഇൻ എൻറ്റയറിറ്റി ഒരു പുതിയ യാന, ബട്ട് എ സബ് ബ്രാഞ്ച് ഓഫ് മഹായാന. അപ്പം മഹായാന ബുദ്ധിസത്തിന്റെ ഒരു ബ്രാഞ്ചാണ് വജ്രയാന. അതിൻ്റെ ഒരു മേജർ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അത് താന്ത്രിക് പ്രാക്ടീസസ് എന്ത് ചെയ്യുന്നു, എംബ്രേസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിനകത്ത് റിച്വൽസ് ഉണ്ട്, മന്ത്രാസ് ഉണ്ട്, സർട്ടൻ ടൈപ്പ് ഓഫ് മെഡിറ്റേഷൻസ് ഉണ്ട്. ഇതെല്ലാം കാരണം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു, നിർവാണ അറ്റൈൻ ചെയ്യാൻ സാധിക്കുന്നു. അപ്പം നമ്മൾ ടു അച്ചീവ് ദി ഐഡിയൽ സെൽഫ് വൺ യൂസസ് എ ഗുരു, ലാമ ഓർ സിദ്ധയോ ലാമാസോ ഗുരൂസിനെയോ യൂസ് ചെയ്ത് അവർ പറയുന്ന സീക്രട്ട് ടെക്നിക്സ് ഫോളോ ചെയ്തുകൊണ്ട് താന്ത്രിക് പ്രാക്ടീസസും മന്ത്രാസും മെഡിറ്റേഷൻസും വഴി എന്ത് ചെയ്യുന്നു, നമ്മൾ നിർവാണ അച്ചീവ് ചെയ്യുന്നതിനെയാണ് വജ്രയാന എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ബുദ്ധയുടെ സിംബോളിക് റെപ്രസെൻറ്റേഷൻസിനെയാണ് വർക്ക്ഷിപ്പ് ചെയ്യുന്നത്. ലൈക്ക് അതുപോലെ നമ്മുടെ ഏർത്തിലുള്ള നമ്മൾ പഞ്ചഭൂതാസ് എന്ന് പറയില്ലേ, അവരെ ഡയറ്റീസ് ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് അവരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വർക്ക്ഷിപ്പ് ചെയ്യുന്നത്. സോ ഇതാണ് 3 ടൈപ്സ് ഓഫ് യാനാസ്. ഹിമായാന ഒരാൾ അയാളുടെ തന്നെ എഫേർട്ടിൽ നിർവാണ അറ്റൈൻ ചെയ്യുന്നു. മഹായാന ദീസ് ആർ ഫോർ മോങ്സ്, അവരുടെ നിർവാണ ഡിലേ ചെയ്തുകൊണ്ട് മറ്റ് ആൾക്കാരെ, ചുറ്റുമുള്ള സാധാരണക്കാരെ നിർവാണ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് ഫൈനലി വജ്രയാന വിച്ച് ഇസ് ദ ഡയമണ്ട് വെഹിക്കിൾ, ഒരു സബ് പാർട്ട് ഓഫ് മഹായാനയാണ്. ഇവിടെ നമ്മൾ കൂടുതൽ എംഫസിസ് കൊടുക്കുന്നത് താന്ത്രിക് പ്രാക്ടീസസ്, റിച്വൽസ്, മന്ത്രാസിനൊക്കെയാണ്. നമ്മുടെ ബുദ്ധന്റെ സിംബോളിക് റെപ്രസെൻറ്റേഷൻ ആസ് വെൽ ആസ് പഞ്ചഭൂതാസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ വർക്ക്ഷിപ്പ് ചെയ്യുന്നത്. സോ ഇത്രയും പറഞ്ഞ എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ നളന്ദ യൂണിവേഴ്സിറ്റിയിൽ വി ഹാഡ് ഓൾറെഡി ഡിസ്കസ് നളന്ദ യൂണിവേഴ്സിറ്റി വാസ് എ സെന്റർ ഫോർ മഹായാന. അവിടെ വരുന്ന ബുദ്ധിസ്റ്റ് മോങ്സിനെ നമ്മൾ മഹായാനയാണ് അവർ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. നെക്സ്റ്റ് വൺ ഇസ് വല്ലഭി യൂണിവേഴ്സിറ്റി. വല്ലഭി യൂണിവേഴ്സിറ്റി 8th and 12th century CEയുടെ ഇടയിലാണ് ഫോം ചെയ്തത്. വല്ലഭി യൂണിവേഴ്സിറ്റിയുടെ റൂയിൻസ് നമുക്ക് കാണാൻ സാധിക്കും. സോ ആക്ച്വലി ഇവിടെയും നമ്മുടെ ചൈനീസ് സ്കോളറായ ഹ്യുവൻ സാങ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹ്യുവൻ സാങ് മാത്രമല്ല, ഇറ്റ്സിങ് എന്ന് പറയുന്ന മറ്റൊരു ചൈനീസ് സ്കോളറും വിസിറ്റ് ചെയ്തിരുന്നു. ഇവർ രണ്ടുപേരും വല്ലഭിയെ വിശേഷിപ്പിച്ചത് ഗ്ലോറി ഓഫ് ദ വെസ്റ്റ് എന്നാണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ വരാം, ഗ്ലോറി ഓഫ് ദ വെസ്റ്റ് ഏതാണ് എന്ന് ചോദിച്ചിട്ട് നമുക്ക് ഏൻഷ്യൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നു കഴിഞ്ഞാൽ അതിൽ വല്ലഭിയാണ് ഗ്ലോറി ഓഫ് ദ വെസ്റ്റ് എന്നറിയപ്പെടുന്നത്. ഇവിടെ അവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത് ഹിമായാന. വല്ലഭിയിൽ ഹിമായാനയാണ് അവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. ഹിമായാന എന്ന് പറഞ്ഞാൽ നോർമൽ പീപ്പിളിനെ നിർവാണ അറ്റൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക ത്രൂ ഡിസിപ്ലിൻ, മെഡിറ്റേഷൻ ആൻഡ് വർക്ക്ഷിപ്പ് ഓഫ് ഗൗതം ബുദ്ധ.
ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന മറ്റു കാര്യങ്ങളാണ് പൊളിറ്റിക്സ്, അർത്ഥശാസ്ത്ര, എക്കണോമിക്സ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ നീതിശാസ്ത്ര വിച്ച് ഇസ് ലോ, ബുദ്ധിസ്റ്റ് ഫിലോസഫി, എന്താണ് ചികിത്സാ ശാസ്ത്രം വിച്ച് ഇസ് മെഡിസിൻ, ആൻഡ് വല്ലഭി ഇസ് കോംപ്ലിമെന്റഡ് ആസ് ദി നളന്ദ ഇൻ വെസ്റ്റേൺ ഇന്ത്യ. അതായത് നളന്ദയ്ക്ക് ഒരു കോംപ്ലിമെന്ററി പാർട്ടായിട്ടാണ് വല്ലഭി യൂണിവേഴ്സിറ്റി അറിയപ്പെടുന്നത് ഇൻ വെസ്റ്റേൺ ഇന്ത്യ. അടുത്തത് വിക്രമശിലയാണ്. വിക്രമശില, വല്ലഭി ഇതൊക്കെ ഏകദേശം ഒരേ പീരീഡിലുള്ളതാണ്. സോ വിക്രമശില വാസ് ഫൗണ്ടഡ് ബൈ ദി കിങ് പാല കിങ് ധർമ്മപാല. പാല ഡൈനാസ്റ്റിയിലുള്ള കിങ് ആയ ധർമ്മപാലയാണ് വിക്രമശില ഫൗണ്ട് ചെയ്യുന്നത്. ഇറ്റ് വാസ് ആക്ച്വലി സിറ്റുവേറ്റഡ് ഇൻ നോർത്തേൺ മഗധയുടെ നോർത്തേൺ പാർട്സിൽ, അതായത് ബാങ്ക്സ് ഓഫ് റിവർ ഗംഗയുടെ റിവർ ബാങ്കിലായിട്ടാണ് വിക്രമശില എക്സിസ്റ്റ് ചെയ്തിരുന്നത്. ആൻഡ് ഇറ്റ് വാസ് ഫേമസ് ഫോർ വജ്രയാന ഓർ താന്ത്രിക് ബുദ്ധിസം. അതായത് വജ്രയാന മഹായാനയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ആയിരുന്നു വിക്രമശില. ഇവിടെ നമ്മൾ താന്ത്രിക് ബുദ്ധിസമാണ് ആൾക്കാരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതല്ലാതെ വ്യാകരണം പഠിപ്പിച്ചിരുന്നു, ലോജിക് പഠിപ്പിച്ചിരുന്നു, ഫിലോസഫി പഠിപ്പിച്ചിരുന്നു, പിന്നെ കർമ്മകാണ്ഡ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് പഠിപ്പിച്ചിരുന്നു. ഇതെല്ലാം വിക്രമശിലയിലാണ് അവർ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ദെൻ ആ പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിക്ക് 6 ഗേറ്റ്സ് ഉണ്ടായിരുന്നു. ആൻഡ് ആ 6 ഗേറ്റ്സിൽ നമ്മൾ സ്കോളേഴ്സിനെ ഡെസിഗ്നേറ്റ് ചെയ്തിരുന്നു ആസ് ഗേറ്റ് കീപ്പേഴ്സ്. ഈ 6 സ്കോളേഴ്സിലും ഈ ഹോൾ ഇൻസ്റ്റിറ്റ്യൂഷനെ മാനേജ് ചെയ്യുന്ന, ഇപ്പം നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലർ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു പോസ്റ്റ് ഹോൾഡ് ചെയ്തിരുന്ന ആളെ വിളിക്കുന്ന പേര് കുലപതി എന്നായിരുന്നു. സോ കുലപതി വാസ് ദി ഹെഡ് ഓഫ് ദി യൂണിവേഴ്സിറ്റി ഓഫ് വിക്രമശില. അതുപോലെ ദീപാങ്കര എന്ന് പറയുന്ന ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ബുദ്ധിസ്റ്റ് മോങ്കാണ്. അദ്ദേഹം പഠിച്ചത് വിക്രമശിലയിലാണ്. പക്ഷെ ലേറ്റർ ഹി വെന്റ് ഇൻ ടു ടിബറ്റ് ആൻഡ് പോപ്പുലറൈസ്ഡ് വജ്രയാന ദെയർ ഇൻ ടിബറ്റ്. അതുപോലെ നളന്ദ യൂണിവേഴ്സിറ്റിയും ഈ ഇസ്ലാമിക് ഇൻവേഷൻ, ബക്തിയാർ ഖിൽജിയുടെ ഇൻവേഷന്റെ സമയത്ത് നമുക്ക് നഷ്ടപ്പെടുകയുണ്ടായി. ഇറ്റ് വാസ് ഡിസ്ട്രോയിഡ് അലോങ് വിത്ത് നളന്ദ. നെക്സ്റ്റ് വൺ ഇസ് ഓഡണ്ടപുരി. ഓഡണ്ടപുരിയും 8th and 12th century CE-യിലാണ്. ഇഫ് യു ഗോ ബാക്ക് ആൻഡ് സീ, നമുക്ക് വല്ലഭി ആയാലും വിക്രമശില ആയാലും ഓഡണ്ടപുരി ആയാലും ഒരു ഓൾമോസ്റ്റ് സെയിം സമയത്താണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതെങ്കിലും ഇപ്പം സമ്മൺ ആസ്ക് യു ഒരു ക്രൊണോളജിക്കൽ ഓർഡറിൽ അതിനെ അറേഞ്ച് ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ ദ ഫസ്റ്റ് യൂണിവേഴ്സിറ്റി എവർ വാസ് തക്ഷശില, നെക്സ്റ്റ് വൺ വാസ് നളന്ദ, ആൻഡ് തേർഡ് വൺ വാസ് ഓഡണ്ടപുരി, ആൻഡ് ഫോർത്ത് വാസ് വിക്രമശില. ഇങ്ങനെ വേണം നിങ്ങൾ ക്രൊണോളജിക്കലി എന്ത് ചെയ്യാൻ, റാങ്ക് ചെയ്യാൻ. സോ ഓഡണ്ടപുരിയെ പറ്റി പറയുകയായിരുന്നെങ്കിൽ ഓഡണ്ടപുരി വാസ് ഫൗണ്ടഡ് ബൈ ഗോപാല വൺ എന്ന് പറയുന്ന ഒരു കിങ് ആണ് ഓഡണ്ടപുരി എസ്റ്റാബ്ലിഷ് ചെയ്തത്. അതുപോലെ ഇറ്റ് ഈസ് ഏർലിയർ, വളരെ വിക്രമശിലേക്കാളും മുമ്പ് അതിനെ എന്ത് ചെയ്തിരുന്നു, എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നു. ആൻഡ് മഹായാനയാണ് ഓഡണ്ടപുരിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓൾമോസ്റ്റ് 1000+ മോങ്സ്, അതുപോലെ അട്രാക്റ്റഡ് സ്റ്റുഡൻസ് ഫ്രം ടിബറ്റ് സൈഡിലുള്ള മോങ്സിനെ എന്ത് ചെയ്തിരുന്നു, ഓഡണ്ടപുരി അട്രാക്ട് ചെയ്തിരുന്നു. ഇറ്റ് ഇസ് ദ സെക്കൻഡ് ഓൾഡസ്റ്റ് മഹാവിഹാര ആഫ്റ്റർ നളന്ദ. നമ്മൾ നളന്ദ കഴിഞ്ഞാൽ ഏറ്റവും ഓൾഡസ്റ്റ് മഹാവിഹാര എന്ന് പറയുന്നത് ഓഡണ്ടപുരിയാണ്. ഇവിടെ നമ്മൾ എന്താണ്, ബുദ്ധിസ്റ്റ് ലേണിംഗ് സെന്റർ ആയിട്ടാണ് നമ്മൾ അറിയപ്പെടുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ആക്ച്വലി പാർട്ട് ഓഫ് ദ പഞ്ചവിഹാര സിസ്റ്റം. 5 വിഹാരാസ് ആണ് ഉണ്ടായിരുന്നത്. നളന്ദ, വിക്രമശില, ഓഡണ്ടപുരി, സോമപുര ആൻഡ് ജഗദള്ള. ഇങ്ങനെ 5 എന്താണ് വിഹാര സിസ്റ്റം. വിഹാര എന്ന് പറയുന്നത് തന്നെ എന്താണ്, ബുദ്ധിസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ലേണിംഗ് ആണ്, ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ലേണിംഗ് ആണ്. അപ്പൊ അങ്ങനെ ഉള്ള 5 വിഹാരാസിൽ ഒരെണ്ണമായിരുന്നു ഓഡണ്ടപുരി. ഓഡണ്ടപുരി യൂണിവേഴ്സിറ്റി ഈസ് കൺസിഡർഡ് ദ സെക്കൻഡ് ഓൾഡസ്റ്റ് യൂണിവേഴ്സിറ്റി ഇൻ ഇന്ത്യ ആഫ്റ്റർ നളന്ദ. ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് ഒരു എക്സാമിന് വന്നതാണ്. ഞാനിതിവിടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ബിക്കോസ് നമുക്കറിയാം, നമ്മൾ ഓർഡറിൽ പറയുമ്പോഴത്തേക്കും ആദ്യം വരുന്ന തക്ഷശില, ദെൻ വരുന്ന നളന്ദ, ആൻഡ് ദെൻ ഓഡണ്ടപുരിയാണ്. ബട്ട് the statement that was given is university is considered the second oldest university in India. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇൻഡിപെൻഡൻസിനൊക്കെ ശേഷം നമ്മുടെ ഇന്ത്യനെ തന്നെ കീറി മുറിച്ചതിന് ശേഷം തക്ഷശില ഇസ് ആക്ച്വലി എക്സിസ്റ്റിംഗ് വിത്തിൻ പാകിസ്ഥാൻ ആൻഡ് നോട്ട് വിത്തിൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയുടെ ബൗണ്ടറീസിനകത്ത് ഇപ്പം എക്സിസ്റ്റ് ചെയ്യുന്ന ഓൾഡസ്റ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് നളന്ദയും അതിനുശേഷം ഓഡണ്ടപുരിയുമാണ്. ഇത് രണ്ടും ബീഹാർ സൈഡിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ജഗദള്ളയാണ്. ജഗദള്ള എന്ന് പറയുന്നത് 2nd to 12th century CE
നകത്താണ് ഫൗണ്ട് ചെയ്തിരിക്കുന്നത്. രാജ രാമപാൽ പാല ഡൈനാസ്റ്റിയിലുള്ള ഒരു കിങ് ആണ് ജഗദള്ള യൂണിവേഴ്സിറ്റി ഫൗണ്ട് ചെയ്തതും എസ്റ്റാബ്ലിഷ് ചെയ്തതും. അതുപോലെ ഇറ്റ് വാസ് ഓൾസോ ആൻ അഡ്വാൻസ്ഡ് ബുദ്ധിസ്റ്റ് താന്ത്രിക് സ്റ്റഡീസിന് വേണ്ടിയിട്ടുള്ള ഒരു സെന്റർ ആയിരുന്നു, വിച്ച് മീൻസ് വജ്രയാന മഹായാനയാണ് അവിടെയും എന്ത് ചെയ്തിരുന്നത്, പഠിപ്പിച്ചിരുന്നത്. ആൻഡ് അവിടെയുള്ള സ്കോളേഴ്സ് ലേറ്റർ മൈഗ്രേറ്റഡ് ടു ടിബറ്റ് ബിക്കോസ് ബക്തിയാർ ഖിൽജിയുടെ ഇൻവേഷന്റെ സമയത്ത് ജഗദള്ള യൂണിവേഴ്സിറ്റിയും അവർ എന്ത് ചെയ്തിരുന്നു, ഡിസ്ട്രോയ് ചെയ്തിരുന്നു. അപ്പം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സ്കോളേഴ്സ് എല്ലാം കൂടെ ടിബറ്റിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയും അത്രയും നാള് ജഗദള്ള യൂണിവേഴ്സിറ്റീസിൽ ഉണ്ടായിരുന്ന സ്ക്രിപ്റ്റേഴ്സിനെയൊക്കെ ടിബറ്റിയൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുകയും ചെയ്തു. സോ നെക്സ്റ്റ് വൺ ഇസ് മിഥില. ഇനി അങ്ങോട്ടുള്ള സെന്റേഴ്സ് എല്ലാം ബ്രാഹ്മണിക്കൽ സെന്റേഴ്സ് ആണ് റാദർ ദാൻ ബുദ്ധിസ്റ്റ്. അപ്പം മിഥില എന്ന് പറയുന്നത് 10th and 15th century സീനിയത്തുള്ള ഒരു പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിയാണ്. അവിടെ ബ്രാഹ്മണിക്കൽ സെന്റർ ആയിരുന്നു. ഇറ്റ് ഈസ് നോൺ ഫോർ ന്യായ സാഖ്യ ഫിലോസഫീസ് ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു, ഇല്ലെങ്കിൽ ഐ ഡു എ സെപ്പറേറ്റ് വീഡിയോ അബൌട്ട് ഇറ്റ്. സോ ന്യായ ഫിലോസഫീനെ എന്താണ് ന്യായ ഫിലോസഫിക്ക് വേണ്ടി അറിയപ്പെട്ടിരുന്ന ഒരു പെർട്ടിക്കുലർ സെന്റർ ഓഫ് ലേണിംഗ് ആയിരുന്നു മിഥില. അവിടെ തർക്കശാസ്ത്രയും പഠിപ്പിച്ചിരുന്നു. തർക്കശാസ്ത്ര മീൻസ് ഡിബേറ്റ്, ന്യായ മീൻസ് ലോജിക്. അതുപോലെ അവിടുത്തെ ഒരു വളരെ അറിയപ്പെടുന്ന സ്കോളർ ആയിരുന്നു ഗണേശ ഉപാധ്യായ്. ഗണേശ ഉപാധ്യായ് എന്ന് പറയുന്നത് തത്വചിന്താമണി എന്നുള്ള ഒരു പുസ്തകം എഴുതിയ ഒരു വലിയ സ്കോളറാണ്. അദ്ദേഹം അതിനകത്ത് പറഞ്ഞൊരു പുതിയ ആശയമാണ് നവ്യന്യായ. നവ്യ എന്ന് പറഞ്ഞാൽ ന്യൂ ആണ്. ന്യൂ ന്യായ സിസ്റ്റത്തിനെ പറ്റിയിട്ട് പറഞ്ഞ ഒരു പെർട്ടിക്കുലർ സ്കോളർ ആയിരുന്നു ഗണേശ് ഉപാധ്യായ. ദാറ്റ് വാസ് ആക്ച്വലി സെഡ് വിത്തിൻ വൺ ഓഫ് ഹിസ് ബുക്സ് കോൾഡ് തത്വചിന്താമണി. അതിനോടൊപ്പം വിദ്യാപതി എന്ന് പറയുന്ന മറ്റൊരു സ്കോളറും മിഥില യൂണിവേഴ്സിറ്റിയിലെ ഒരു അലൂമിനി ആയിരുന്നു. വിദ്യാപതി വാസ് എ സാൻസ്ക്രിറ്റ് സ്കോളർ. ഇനി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലേണിംഗ് സെന്റർ ആയിരുന്നു ഡ്യൂറിങ് ദി സേന ഡൈനാസ്റ്റി. നെക്സ്റ്റ് വൺ നാദിയ യൂണിവേഴ്സിറ്റി. നാദിയ യൂണിവേഴ്സിറ്റി 11th and 6th century CE ഇടയ്ക്കുള്ളതാണ്. ഒരു ബ്രാഹ്മണിക്കൽ സെന്റർ ഓഫ് സ്റ്റഡിയാണ്. ഇറ്റ് ഇസ് സിറ്റുവേറ്റഡ് ഇൻ ദ കോൺഫ്ലുവൻസ് ഓഫ് ഗംഗ ആൻഡ് ജലങ്കി റിവേഴ്സ്. രണ്ട് റിവറിന്റെ ഇടയിലുള്ള ഒരു ദ്വീപിലായിരുന്നു നാദിയ യൂണിവേഴ്സിറ്റി എക്സിസ്റ്റ് ചെയ്തിരുന്നത്. ഇപ്പോൾ അതിനെ വിളിക്കുന്നത് നവദ്വീപ് എന്നാണ്. ആക്ച്വലി കറന്റ്ലി നൗ ലൊക്കേറ്റഡ് ഇൻ ബംഗാൾ. സോ അവിടെയും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് നവ്യന്യായയ്ക്കും ഗ്രാമർ, പൊയറ്റിക്സ് അതിനൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. അവിടുത്തെ വളരെ അറിയപ്പെടുന്ന രണ്ട് സ്കോളേഴ്സ് ആണ് രഘുനാഥ ശിരോമണിയും ആൻഡ് വാസുദേവ സർവഭൗമേ. Raghunatha Shiromani and Vasudeva Sarvabhauma are two very known alumnis of Nadia University. അതിനോടൊപ്പം നമ്മൾ ഒരുപാട് പാട്ടൊക്കെ കേട്ടിട്ടുള്ള ഒരാളാണ്. ജയദേവ കവിയുടെ ഗീതികൾ കേട്ടന്റെ ആ ഒരു പാട്ട് കേട്ടിട്ടുണ്ടായിരിക്കും. സോ അതിൽ ജയദേവൻ എന്ന് പറയുന്ന സ്കോളറും എവിടെയാണ് അലുമിനി ആയിരുന്നത്? നാദിയ യൂണിവേഴ്സിറ്റിയിലാണ്. ആൻഡ് നാദിയ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്ന സമയം അദ്ദേഹം എഴുതിയ ഒരു കൃതിയാണ് ഗീതാ ഗോവിന്ദം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വയ്ക്കുക. ആൻഡ് ഇറ്റ് യൂസ് ടു കമ്പീറ്റ് വിത്ത് ബനാറസ് ഇൻ സാൻസ്ക്രിറ്റ് ലേണിംഗ്. സാൻസ്ക്രിറ്റ് ലേണിംഗ് ആണ് അവിടെ കൂടുതൽ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. സോ വേറെവർ നിങ്ങൾ ബ്രാഹ്മണിക്കൽ എഡ്യൂക്കേഷൻ കാണുന്നു, അവിടെ എല്ലാം യൂസ് ചെയ്തുകൊണ്ടിരുന്ന ലാംഗ്വേജസ് എന്താണ്? സാൻസ്ക്രിറ്റ് ആയിരിക്കും. വേറെവർ യു സി ബുദ്ധിസ്റ്റ് ഇറ്റ് വുഡ് ബി പാലി. നെക്സ്റ്റ് വൺ ഉജ്ജയിൻ ആണ്. ഉജ്ജയിനും വളരെ ഏൻഷ്യൻ പീരീഡ് മുതൽ ഗുപ്ത പീരീഡ് വരെ എക്സിസ്റ്റ് ചെയ്തിരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. അതും ബ്രാഹ്മണിക്കൽ സെന്റർ ഓഫ് എഡ്യൂക്കേഷൻ ആണ്. അവിടെ ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ആസ്ട്രോണമിയും മാത്തമാറ്റിക്സും ആയിരുന്നു. അവിടുത്തെ രണ്ട് വളരെ ഫേമസ് ആയിട്ടുള്ള എന്താണ് വിഷണറീസ് അല്ലെങ്കിൽ അലൂമിനായി എന്ന് പറയുന്നത് ഒന്ന് വരാഹ മിഹിരയാണ്. വരാഹ മിഹിര ഇസ് ആക്ച്വലി എ വേഴ്സറ്റൈൽ വിഷണറി. ഒരു ആസ്ട്രോണമി, ആസ്ട്രോളജി ആൻഡ് എൻസൈക്ലോപീഡിക് നോളജ് ഉള്ള ഒരാളായിരുന്നു അദ്ദേഹം. അദ്ദേഹമാണ് വിക്രമാദിത്യന്റെ കോർട്ടിൽ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സീറ്റ് അലങ്കരിച്ചിരുന്നത്. അതുപോലെ അദ്ദേഹത്തിന്റെ ഒരു ഫേമസ് ബുക്കാണ് ബൃഹത് സംഹിത, വിച്ച് ഇസ് കോൾഡ് ആസ് ദി എൻസൈക്ലോപീഡിയ ഓഫ് ഏൻഷ്യൻ ഇന്ത്യൻ സയൻസ്. ഏൻഷ്യൻ ഇന്ത്യൻ സയൻസിന്റെ എൻസൈക്ലോപീഡിയ എന്നറിയപ്പെടുന്ന ബൃഹത് സംഹിത എഴുതിയത് വരാഹമിഹിരയാണ്. വരാഹമിഹിര ഇസ് ലിങ്ക് ടു ഉജ്ജയിൻ. വിക്രമാദിത്യന്റെ കോർട്ടിലെ ഒരു പെർട്ടിക്കുലർ എന്താണ് അതിന് 9 gems എന്ന് പറയും, അതിനകത്തൊരാളായിരുന്നു വരാഹമിഹിര. ദെൻ ദർ ഇസ് ബ്രഹ്മഗുപ്ത ഹു ഇസ് ഓൾസോ കോൾഡ് ആസ് എ ഫാദർ ഓഫ് സീറോ ആൻഡ് ക്വാഡ്രാറ്റിക് ജീനിയസ്. ഒരു മാത്തമാറ്റീഷ്യൻ ആയിരുന്നു. സീറോ കണ്ടുപിടിച്ചത് ബ്രഹ്മഗുപ്തയാണെന്നാണ് അറിയപ്പെടുന്നത്. ദെൻ സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന രണ്ട് മേജർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. സലോത്കി അത്
കർണാടകയിലാണ് കണ്ടിരുന്നത്. അതുപോലെ NREM which is situated in തമിഴ്നാട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഏൻഷ്യൻ്റ് ഇന്ത്യ എന്നുള്ള കോൺസെപ്റ്റിനകത്ത് പഠിക്കാനുള്ളത്. ഒരുപാട് ഫാക്ച്വൽ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവാതെ നമുക്ക് ആ എക്സാം ട്രാക്ക് ചെയ്യാനുള്ള പോയിന്റ്സ് മാത്രം ഞാൻ ഈ പെർട്ടിക്കുലർ സ്ലൈഡ്സിൽ ആഡ് ചെയ്തത്. ഈ പെർട്ടിക്കുലർ സ്ലൈഡ് ഞാനൊരു PDF ആയിട്ട് താഴെ ലിങ്ക് കൊടുത്തേക്കാം. ഇഫ് യു വോണ്ട് യു ക്യാൻ മേക്ക് യുവർ ഓൺ നോട്ട്സ്, ദാറ്റ് ഇസ് ബെറ്റർ. ഒരു പ്രാവശ്യം നമുക്ക് ഒരുപാട് സമയമുണ്ട്, ഓൾമോസ്റ്റ് 5 months ടു കം ഡിസംബർ അറ്റംപ്റ്റിലേക്ക്. ഇഫ് യു ക്യാൻ മേക്ക് യുവർ ഓൺ നോട്ട്സ് ആൻഡ് നോട്ട് ഡൗൺ സർട്ടൺ എക്സ്ട്രാ പോയിന്റ്സ് ദാറ്റ് ഐ എം സേയിങ്, അത് ബെറ്റർ ആയിരിക്കും. ഓർ ഇഫ് യു ഡോണ്ട് വാണ്ട്, യു വാണ്ട് ടു പ്രിന്റ് ഔട്ട്, താഴെ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. സോ ഇന്ന് പഠിച്ചതിൻ്റെ ഒരു ഓവറോൾ നമുക്കൊരു ഐഡിയ ഞാൻ ഒരു ഫ്ലോ ചാർട്ട് ആയിട്ട് വെച്ചിരിക്കുകയാണ്. സി എവറി ടൈം യു ലേൺ സംതിങ്, എസ്പെഷ്യലി ഒരുപാട് ഫാക്ട്സ് ഉള്ള കാര്യങ്ങൾ പഠിക്കുമ്പം വി ടെൻ ടു മിസ് ഔട്ട് ഈവൻ ദ മോസ്റ്റ് ബേസിക് ഐഡിയ ദറ്റ് വി ആർ ലേണിംഗ്. അതിനകത്തുള്ള ഒരുപാട് ഫാക്ട്സ് പഠിച്ചു വരുമ്പോൾ, അപ്പം വെൻ എവർ യു ആർ ലേണിംഗ് ഫോർ UGC നെറ്റ്, നമ്മൾ പഠിച്ചതിന് ശേഷം യു മേക്ക് ഷുവർ ദറ്റ് എന്ത് ചെയ്യാം, യു വിൽ ഹാവ് എ ഫ്ലോ ചാർട്ട് ഓഫ് വാട്ട് യു ആക്ച്വലി ലേൺ. ഒരു ബിഗർ പിക്ചർ നമുക്ക് അതിന് വേണം. അപ്പം നമ്മളിന്ന് പഠിച്ചത് ഏൻഷ്യൻ ഹയർ എഡ്യൂക്കേഷൻ സെന്റേഴ്സ് ഓഫ് ലേണിംഗ് ആണ്. അതിൽ നമ്മൾ പഠിച്ചു, നമ്മൾ ബുദ്ധിസ്റ്റ് ലേണിംഗ് സെന്റേഴ്സ് ഉണ്ടായിരുന്നു, ബ്രാഹ്മണിക്കൽ ലേണിംഗ് സെന്റേഴ്സ് ഉണ്ടായിരുന്നു, അതുപോലെ ബോത്ത് ബ്രാഹ്മണിക്കൽ ആൻഡ് ബുദ്ധിസ്റ്റ് വരുന്ന ലേണിംഗ് സെന്റേഴ്സും ഉണ്ടായിരുന്നു. സോ ബുദ്ധിസ്റ്റ് ലേണിംഗ് സെന്റേഴ്സ് ആയിട്ട് നമ്മൾ പഠിച്ചത് നളന്ദ, ഓടണ്ടപുരി, വിക്രമശില, വല്ലഭി ആൻഡ് ജഗദല്ലയാണ്. അതിൽ നളന്ദ മഹായാനയാണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്, ഓടണ്ടപുരിയിലും മഹായാനയാണ്. വിക്രമശില അറ്റ് ദാറ്റ് ടൈം വാസ് ആക്ച്വലി പ്രാക്ടീസിങ് വജ്രയാന മഹായാന. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വജ്രയാന എന്നാണ് നിങ്ങൾക്ക് ഓപ്ഷൻ കിട്ടുന്നതെങ്കിൽ വിക്രമശിലയിൽ വജ്രയാന ചൂസ് ചെയ്യുക. ബട്ട് ഇഫ് ദർ ഇസ് നോ ഓപ്ഷൻ ഫോർ വജ്രയാന, മഹായാന തന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് യു ചൂസ് മഹായാന, ബിക്കോസ് മഹായാനയുടെ ഒരു സബ്സെറ്റ് ആണ് വജ്രയാന. ദെൻ വല്ലഭി യൂണിവേഴ്സിറ്റി വളരെ എടുത്ത് അറിഞ്ഞിരിക്കണം. ഇറ്റ് വാസ് ഹിമായാന പ്രാക്ടീസ് ചെയ്തിരുന്ന ഏക യൂണിവേഴ്സിറ്റി വല്ലഭി യൂണിവേഴ്സിറ്റിയാണ്. ദെൻ ദർ ഇസ് ജഗദല്ല യൂണിവേഴ്സിറ്റി വേർ again Vajrayana and Mahayana was taught. Next നമ്മൾ ബ്രാഹ്മണിക്കൽ സെന്റേഴ്സ് ഓഫ് എഡ്യൂക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ അവിടെ ഉജ്ജയിൻ, മിഥില ആൻഡ് നാദിയ യൂണിവേഴ്സിറ്റി. അതിൽ നാദിയ യൂണിവേഴ്സിറ്റി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് നോട്ട് നാദിയ യൂണിവേഴ്സിറ്റി, ഉജ്ജയിൻ യൂണിവേഴ്സിറ്റി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് അവിടെ വരാഹമിഹിരയും ബ്രഹ്മഗുപ്തയും എന്ന് പറയുന്ന രണ്ട് വളരെ ഫേമസ് ആയിട്ടുള്ള അലൂമിനായി ഉണ്ടായിരുന്ന യൂണിവേഴ്സിറ്റിയാണ്. ആൻഡ് ദെൻ ബ്രാഹ്മണിക്കൽ ആസ് വെൽ ആസ് ബുദ്ധിസ്റ്റ് രണ്ടും കൂടി ഒത്തുചേർന്ന് വരുന്ന ഒരു സെന്റർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് തക്ഷശിലയായിരുന്നു. തക്ഷശില ഇസ് കറന്റ്ലി സിറ്റുവേറ്റഡ് ഇൻ പാകിസ്ഥാൻ. സോ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതൊന്ന് വായിച്ച് ഡീപ്പായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അറ്റൻഡ് ചെയ്യാം. സോ നൗ ലെറ്റ്സ് ഗോ ഇൻ ടു സം ക്വസ്റ്റ്യൻസ്. സോ സെന്റേഴ്സ് ഓഫ് ബുദ്ധിസ്റ്റ് ലേണിംഗ് ഇൻ ഏൻഷ്യൻ ഇന്ത്യ വെയർ, ഇങ്ങനെയാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് വരുന്നത്. നിങ്ങൾക്ക് MSQ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇന്ന് പഠിച്ചത് വെച്ച് നമുക്കൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം. ബുദ്ധിസ്റ്റ് ലേണിംഗിന്റെ സെന്റേഴ്സ് ഇൻ ഇന്ത്യ ഏതൊക്കെയായിരുന്നു? നമുക്കറിയാം, നളന്ദ ഒരു ബുദ്ധിസ്റ്റ് സെന്റർ ആണ്, മിഥില ഒരു ബുദ്ധിസ്റ്റ് സെന്റർ അല്ല, നാദിയയും ബുദ്ധിസ്റ്റ് സെന്റർ അല്ല, വല്ലഭി ഇസ് എ ബുദ്ധിസ്റ്റ് സെന്റർ, തക്ഷശില ബോത്ത് ബുദ്ധിസ്റ്റ് ആൻഡ് ബ്രാഹ്മണിക്കാണ്, അതുകൊണ്ട് അതും വരും. അപ്പോൾ സോ ആൻസർ ഇസ് A, B and E. A, B and E വരുന്നത് A, B ഇതാണ്, ഫോർത്ത് ഓപ്ഷൻ ആണ് അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, ഹൂ among the following visited both നളന്ദ ആൻഡ് വല്ലഭി? വല്ലഭി യൂണിവേഴ്സിറ്റിയും നളന്ദ യൂണിവേഴ്സിറ്റിയും ഒരേ സമയം വിസിറ്റ് ചെയ്തിരുന്ന ഒരു സ്കോളർ ആരാണ്? നമ്മളിപ്പോൾ പഠിച്ചതാണ്, ഹ്യുവൻ സാങ് ആണ്, വാസ് എ ചൈനീസ് സ്കോളർ ഹൂ വിസിറ്റഡ് ബോത്ത് നളന്ദ ആൻഡ് തക്ഷശില. ഇനി ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനുമായിട്ട് ബേസ് ചെയ്ത് ഞാൻ എടുത്ത മറ്റു രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഹ്യുവൻ സാങ് നളന്ദയെ പറ്റി എന്താണ് പറഞ്ഞത്? നോളജ് വാസ് പ്രൊഫൗണ്ട്, ഡിബേറ്റ്സ് വെർ സോ ഇൻട്രിക്കേറ്റ് ആൻഡ് ദ സ്കോളേഴ്സ് ഫ്രം ഓൾ കോർണേഴ്സ് ഗാദർഡ് അറ്റ് നളന്ദ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് നടത്തിയത് ഹ്യുവൻ സാങ് ആണ്. അതുപോലെ മറ്റൊരു സ്റ്റേറ്റ്മെന്റും ഉണ്ട്, അത് തന്നിട്ട് ഇത് ആരാണ് പറഞ്ഞത് എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടാണ്. നളന്ദ ആൻഡ് തക്ഷശില മസ്റ്റ് ബി revived not as ruins but as models of educational excellence എന്ന് പറഞ്ഞത് ഡോക്ടർ APJ അബ്ദുൽ കലാം. നെക്സ്റ്റ് വൺ, which is a UNESCO site with grand architecture and tantric elements? So tantric elements എന്ന് കാണുമ്പോഴേ നമുക്കറിയാം വജ്രയാന ഉണ്ടായിരുന്ന നമ്മൾ പഠിച്ചിട്ടുള്ള ആകെ 2 ഇൻസ്റ്റിറ്റ്യൂഷൻസേ ഉള്ളൂ. അതിലൊന്ന് വിക്രമശിലയും മറ്റേത് ജഗദല്ലയാണ്. ബട്ട് ക്വസ്റ്റ്യൻ നമുക്ക് ബാക്കി വായിക്കാം.
എലമെന്റ്സ് കറന്റ്ലി എക്സിസ്റ്റിംഗ് ഇൻ ബംഗ്ലാദേശ്. ബംഗ്ലാദേശിൽ കറന്റ്ലി എക്സിസ്റ്റ് ചെയ്യുന്ന യുനെസ്കോ സൈറ്റായിട്ട് പ്രഖ്യാപിച്ച സ്ഥലം ഏതാണ്? നമുക്കറിയാം യുനെസ്കോ സൈറ്റായിട്ട് നളന്ദേനെ പ്രഖ്യാപിച്ചിരുന്നു. ബാക്കി ഏതെങ്കിലും സ്ഥലമുണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമുക്ക് അറിയാവുന്ന കോൺസെപ്റ്റ്സ് വെച്ച് ഒന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കാം. സോ താന്ത്രിക് നമുക്കറിയാം വിക്രമശിലയും ജഗദള്ളെ ആണ്. പക്ഷെ അതിപ്പോൾ കറന്റ്ലി ബംഗ്ലാദേശിലാണോ എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അല്ല. വിക്രമശിലയും ബംഗ്ലാദേശിലല്ല എക്സിസ്റ്റ് ചെയ്യുന്നത്, ജഗദള്ളയും ബംഗ്ലാദേശിലല്ല എക്സിസ്റ്റ് ചെയ്യുന്നത്. യുനെസ്കോ എന്ന് പറയുന്നത് യുനെസ്കോ സൈറ്റായിട്ട് നമ്മൾ അംഗീകരിച്ചിരിക്കുന്ന നളന്ദയാണ്. പക്ഷെ നളന്ദയിൽ വെറും മഹായാന മാത്രമാണ് പഠിപ്പിച്ചിരുന്നത്, താന്ത്രിക് ബുദ്ധിസം പഠിപ്പിച്ചിരുന്നില്ല. അപ്പോൾ ഫൈനലി നമ്മുടെ ആൻസർ വിൽ കം ടു സോമാപുര. നമ്മൾ ഇങ്ങനത്തെ ഒരു എലിമിനേഷൻ മെത്തേഡിൽ വേണം ഈ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ. സോ ദ ആൻസർ ഇസ് സോമാപുര. നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ടിന്റെ സൈഡിൽ ഇത് നോട്ട് ചെയ്ത് വെക്കാം. ചില ക്വസ്റ്റ്യൻസ് ഇപ്പം നമുക്ക് സോൾവ് ആയി കിട്ടിയില്ലെങ്കിൽ ആഡ് ദാറ്റ് ഓൾസോ ടു യുവർ നോട്ട്, ദാറ്റ് വിൽ എൻറിച്ച് യുവർ നോട്ട്. അപ്പം എന്നിട്ട് നമ്മളത് റിവൈസ് ചെയ്യുമ്പം സെറ്റ് ആവും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഏൻഷ്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വാസ് ബ്രാഹ്മണിക്കൽ ഇൻ നേച്ചർ? ബ്രാഹ്മണിക്കൽ എഡ്യൂക്കേഷൻ കൊടുത്തുകൊണ്ടിരുന്നത് ഇതിലേതാണ്? ഇപ്പം നമ്മൾ പഠിച്ചോളൂ, നളന്ദ ബുദ്ധിസ്റ്റ് ആണ്, വിക്രമശില ബുദ്ധിസ്റ്റ് ആണ്, ജഗദള്ള ബുദ്ധിസ്റ്റ് ആണ്. അതേസമയം മിഥില എന്തല്ല, ബുദ്ധിസ്റ്റ് അല്ല. ഇറ്റ്സ് എ ബ്രാഹ്മണിക്കൽ സെന്റർ ഓഫ് എഡ്യൂക്കേഷൻ. ആൻഡ് നൗ ദിസ് ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഇത് എപ്പോഴും ചോദിച്ച് കാണാറുണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നെറ്റിനും. അപ്പം ദിസ് ഇസ് ഗോയിങ് ടു ബി homework for you. Please comment below about what the answer is. So thank you so much. This is all from me for today. So stay tuned. There are more videos coming. നമുക്ക് ഹയർ എഡ്യൂക്കേഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തീർക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ സിലബസ് റിവിഷനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുകയാണെങ്കിൽ we will add in more topics if that comes as well. അപ്പം നിങ്ങളുടെ കമൻസ് ആൻഡ് സജഷൻസ് താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അല്ലാതെ if you want to contact me in person, please mail to this particular email ID. So that is it from my side. Live, laugh and keep learning with me, Gayatri Shankar, here on YouTube. Bye.